സോ അപ്പം അടുത്ത് നമ്മൾ നോക്കുന്നത് ഫേസസ് ഓഫ് കമ്പൈലർ ആണ്. ഫേസസ് ഓഫ് കമ്പൈലർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ 3 മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് പഠിച്ചു കഴിഞ്ഞു. ഒരു സോഴ്സ് പ്രോഗ്രാം അത് അനലൈസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ. അത് തന്നെയാണ് കമ്പൈലറിൻ്റെയും മെയിൻ ഫേസസ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. അതുകൂടി ചേരുമ്പോഴാണ് നമ്മുടെ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ഫേസസ് ഓഫ് കമ്പൈലറിൽ നമ്മൾ പഠിക്കുന്നത്. സോ വാട്ട് എവർ സോഴ്സ് പ്രോഗ്രാം വി ആർ ഹാവിംഗ് ടു convert is applied into a lexical analyzer. Lexical analyzerലേക്ക് നമ്മൾ ആ ഒരു സോഴ്സ് പ്രോഗ്രാം കൊടുക്കുന്നു. ആ സോഴ്സ് പ്രോഗ്രാമിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോക്കൺസ് ആയിട്ട് ലെക്സിക്കൽ അനലൈസർ അതിനെ ഡിവൈഡ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്തെടുക്കും. ദെൻ ആ ടോക്കൺസിനെ നേരെ സിൻടാക്സ് അനലൈസറിലേക്ക് കൊടുക്കും. സിൻടാക്സ് അനലൈസർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുന്നു. ദെൻ ആ പാഴ്സ് ട്രീ സിമാൻറ്റിക് അനലൈസർ ചെറിയ മോഡിഫിക്കേഷൻസ് നടത്തുന്നു ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ചെക്കിംഗ് ആൻഡ് ടൈപ്പ് കാസ്റ്റിംഗ്. ദെൻ ആ ഔട്ട്പുട്ട് നേരെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്ററിലേക്കാണ് പോകുന്നത്. സോ അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് പോലെ ഈ നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിന് ഇടയിൽ നമ്മുടെ മെഷീൻ കോഡിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. ആ മെഷീൻ കോഡിനും സോഴ്സ് പ്രോഗ്രാമിനും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് കോഡിലേക്ക് ഇതിനെ ഒരു കൺവേർഷൻ നടത്തുന്നുണ്ട്. അതാണ് ഈ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ ചെയ്യുന്നത്. ദെൻ ആ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കോഡിനെ വീണ്ടും ഒരു കോഡ് ഒപ്റ്റിമൈസറിലേക്ക് കൊടുക്കുന്നു. കോഡ് ഒപ്റ്റിമൈസർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആ ഇന്റർമീഡിയറ്റ് കോഡിനെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡായിട്ട് മാറ്റുക എന്നുള്ളതാണ്. സോ ആ കോഡ് ഒപ്റ്റിമൈസർ ഒപ്റ്റിമൈസ് ചെയ്ത ആ ഇന്റർമീഡിയറ്റ് കോഡിനെ നേരെ അടുത്ത് കൊടുക്കുന്നത് ഒരു കോഡ് ജനറേറ്ററിലേക്കാണ്. ഈ കോഡ് ജനറേറ്റർ ആണ് ആ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ടാർഗറ്റ് പ്രോഗ്രാം ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഷീൻ പ്രോഗ്രാം ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് വേറൊരു 2 ആൾക്കാരും കൂടി ഉണ്ട്. അതിൽ ഒന്ന് സിമ്പിൾ ടേബിൾ മാനേജർ ഉണ്ട്. സിമ്പിൾ ടേബിൾ മാനേജറും പിന്നെ ഒരു എറർ ഹാൻഡ്ലറും. ഇവര് എല്ലാ ഫേസസിലും ഇതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാ ഫേസസുമായിട്ടും ഇവർക്ക് കണക്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഫേസസ് ഓഫ് കമ്പൈലർ. നമ്മൾ സോഴ്സ് പ്രോഗ്രാം അപ്ലൈ ചെയ്യുന്നു, നമുക്ക് അതിൻ്റെ ടാർഗറ്റ് പ്രോഗ്രാം കിട്ടുന്നു. അപ്പോൾ ഈ ഇടയിലുള്ള ഈ 2 ആൾക്കാർ എന്തായിരിക്കും ചെയ്യുക? സിമ്പിൾ ടേബിൾ മാനേജർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ലെക്സിക്കൽ അനാലിസിസ് കഴിയുമ്പോൾ ടോക്കൺസ് ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ടോക്കൺസിനകത്ത് നമ്മൾ പല പല ഐഡൻറ്റിഫയേഴ്സിനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഐഡൻറ്റിഫയേഴ്സിനെ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്യണം. ആ സ്റ്റോറേജ് ആണ് സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഏതൊക്കെ പുതിയ പുതിയ ഐഡൻറ്റിഫയേഴ്സ് നമുക്ക് കിട്ടിയാലും ആ ഐഡൻറ്റിഫയേഴ്സിനെ എല്ലാം തന്നെ നമ്മൾ ഒരു സിമ്പിൾ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ എറർ ഹാൻഡ്ലർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഫേസിൽ എന്തെങ്കിലും എറർ പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ, എന്തെങ്കിലും എറർ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ എറർ ഹാൻഡ്ലർ ചെയ്യുന്നത്. ഇതാണ് ഒരു കമ്പൈലറിൻ്റെ ഫേസസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഒരു കമ്പൈലർ ഒരു പ്രോഗ്രാമിനെ ടാർഗറ്റ് പ്രോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എടുക്കുകയാണ്. അതിനെ ഈ ഫുൾ പ്രോസസ്സ് വഴി എങ്ങനെയാണ് ടാർഗറ്റ് പ്രോഗ്രാം ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. സോ അപ്പോൾ ഈ ഒരു സോഴ്സ് സ്റ്റേറ്റ്മെൻറ്റിനെ ആദ്യം ആർക്കായിരിക്കും കൊടുക്കുക? ലെക്സിക്കൽ അനലൈസറിലേക്കാണ് കൊടുക്കുന്നത്. ലെക്സിക്കൽ അനലൈസറിൽ കൊടുത്തു കഴിയുമ്പോൾ അതിന് ടോക്കൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ടോക്കൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന് മനസ്സിലായി ഇതൊരു ഐഡൻറ്റിഫയർ ആണ്, ഇതൊരു ഐഡൻറ്റിഫയർ ആണ്, ഇതൊരു ഐഡൻറ്റിഫയർ ആണ്. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ ഇവിടെ ഒരു സിമ്പിൾ ടേബിൾ ക്രിയേറ്റ് ആവും. സിമ്പിൾ ടേബിൾ ക്രിയേറ്റ് ആയിട്ട് ഇവിടെ കിട്ടിയ എല്ലാ ഐഡൻറ്റിഫയേഴ്സിനെയും ഇതിലേക്ക് എൻ്റർ ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 2 3 എന്ന് പറഞ്ഞാൽ അതിനെ ഐഡൻറ്റിഫയേഴ്സിനെ നമ്മൾ നമ്പറിങ് ചെയ്തിട്ട് ആദ്യം കണ്ട ഐഡൻറ്റിഫയർ പൊസിഷൻ ആണ്. അപ്പോൾ ആ പൊസിഷൻ ഇവിടേക്ക് എൻ്റർ ചെയ്തു. അതിന് എന്തെങ്കിലും വാല്യൂസ് ഓൾറെഡി അസൈൻഡ് ആണെങ്കിൽ അതും ഇവിടെ കാണും. ദെൻ ഇനിഷ്യൽ, റേറ്റ്,
ഈ 3 ഐഡൻറ്റിഫയേഴ്സ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓൾറെഡി സിമ്പിൾ ടേബിളിലേക്ക് ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻകൗണ്ടർ ചെയ്യുമ്പോഴായിരിക്കും ഈ സിമ്പിൾ ടേബിൾ ക്രിയേറ്റ് ആവുന്നത്. ചിലപ്പോഴാണെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ സി പോലെയുള്ള പ്രോഗ്രാംസിലൊക്കെ ആണെങ്കിൽ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത വേരിയബിൾസ് മാത്രമേ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഡിക്ലറേഷൻ നടക്കുന്ന സമയത്ത് ആ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്താണ് നോർമലി സിമ്പിൾ ടേബിൾ ക്രിയേഷൻ നടക്കുന്നത്. സോ അപ്പോൾ ഓൾറെഡി ക്രിയേറ്റഡ് ആണ് എന്നുള്ള ഒരു അസംഷനിൽ നമ്മൾ നിൽക്കുവാണ്. സോ അപ്പം പൊസിഷൻ എന്ന് പറയുന്ന ഐഡൻറ്റിഫയർ 1, പൊസിഷൻ 2 എന്ന് പറയുന്ന ഐഡൻറ്റിഫയർ 2 ആണ്, ഇനിഷ്യൽ എന്ന് പറയുന്ന ഐഡൻറ്റിഫയർ 2 ആണ്, റേറ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫയർ 3 ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഈസി റെപ്രസെൻറ്റേഷനായിട്ട് മാറ്റുവാണ്. ID1 ഈക്വൽ ടു ID2 പ്ലസ് ID3 ഇൻറ്റു 60. ഈ ഒരു രീതി. അപ്പോൾ ഇതിന് ഐഡൻറ്റിഫയേഴ്സും ഓപ്പറേറ്റേഴ്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ ലെക്സിക്കൽ അനലൈസറിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് സിമ്പിൾ ടേബിളിൽ ഏത് ഐഡൻറ്റിഫയർ ഏത് പൊസിഷനിലാണോ കിടക്കുന്നത് അതനുസരിച്ചുള്ള ഒരു ഐഡൻറ്റിഫയറിൻ്റെ ഐഡൻറ്റിറ്റി കൊടുത്ത് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ കൺവേർട്ട് ചെയ്തു. ദെൻ അതിനുശേഷം അതിനെ സിൻടാക്സ് അനലൈസറിലേക്ക് കൊടുക്കുന്നു. സിൻടാക്സ് അനലൈസർ അതിനെ പാഴ്സ് ട്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ പാഴ്സ് ട്രീ ജനറേഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു ID1 റൈറ്റ് സൈഡിൽ പ്ലസ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ID2, റൈറ്റ് സൈഡിൽ സ്റ്റാർ, ലെഫ്റ്റ് സൈഡിൽ ID3, റൈറ്റ് സൈഡിൽ 60. സോ ഈ ഒരു പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്തു. ദെൻ അതിനെ നമ്മൾ സിമാൻറ്റിക് അനാലിസിസിന് കൊടുക്കുന്നു. സോ സിമാൻറ്റിക് അനലൈസർ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ടൈപ്പ് ചെക്കിംഗ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തും നമ്മുടെ പാഴ്സ് ട്രീയിൽ. പാഴ്സ് ട്രീയിലെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലെ മോഡിഫിക്കേഷൻ ആണ് വരുന്നത്. സോ അപ്പം ഈക്വൽ ടു ID1 റൈറ്റ് സൈഡിൽ പ്ലസ് ഇത് ID2, ഇവിടെ സ്റ്റാർ, ID3, ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഓപ്പറേഷൻ വരുന്നുണ്ട്, അതാണ് ഇൻറ്റ് ടു റിയൽ എന്നുള്ള ഒരു ഓപ്പറേഷൻ. ദെൻ 60 മോഡിഫൈഡ് ആയിട്ടുള്ള പാഴ്സ് ട്രീ കിട്ടി. ഇതാണ് സിമാൻറ്റിക് അനലൈസറിൻ്റെ ഔട്ട്പുട്ട്. ഈ സിമാൻറ്റിക് അനലൈസറിൻ്റെ ഔട്ട്പുട്ടിനെ നേരെ അടുത്ത് കൊടുക്കുന്നത് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. സോ അപ്പം അടുത്ത് അത് നേരെ പോകുന്നത് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്ററിൽ ചെല്ലുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫയേഴ്സിന് പോയിട്ട്, അതായത് ഓരോരോ ഓപ്പറേഷൻസ് സിംഗിൾ ഓപ്പറേഷൻസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എപ്പോഴും മെഷീൻ കോഡിലേക്ക് എത്തുമ്പോൾ ഒരു ഫുൾ എക്സ്പ്രഷനെ അറ്റ് എ ടൈം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഓരോരോ സബ് എക്സ്പ്രഷൻസ് ആയിട്ടാണ് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു ഫുൾ എക്സ്പ്രഷൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പെർഫോം ചെയ്യേണ്ടത് നമ്മുടെ ഇതിലെ ലാസ്റ്റ് ഓപ്പറേഷൻ ആയിരിക്കും ആദ്യം നമ്മൾ പെർഫോം ചെയ്യുന്നത്. അതായത് ഇവിടെ വരുന്ന എന്താണ് ഇൻറ്റ് ടു റിയൽ എന്നുള്ള ഈ ഓപ്പറേഷനാണ് ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ ഒരു ടെമ്പററി വേരിയബിൾ എടുക്കുന്നു. temp1 എന്നുള്ള ഒരു ടെമ്പററി വേരിയബിൾ എടുത്തിട്ട് അതിലേക്ക് ഇൻറ്റ് ടു റിയൽ ഓഫ് 60. ഇത് കണ്ടുപിടിച്ചാലേ നമുക്ക് അതിനെ ഐഡൻറ്റിഫയർ 3 മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഐഡൻറ്റിഫയർ 2 ആയിട്ട് പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ സബ് ഓപ്പറേഷൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. സോ അടുത്ത നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് temp2ലേക്ക് ഐഡൻറ്റിഫയർ 3 ID3 ഇൻറ്റു temp1, അതായത് ഇവിടെ ആക്ച്വലി പെർഫോം ചെയ്യുന്നത് റേറ്റ് ഇൻറ്റു 60. ഓക്കെ, ദെൻ അടുത്ത് ആ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ ഇപ്പോൾ ഇനിഷ്യലിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിഷ്യൽ എന്ന് പറയുന്നത് ID2 പ്ലസ് temp2. ദെൻ ആ കിട്ടുന്ന റിസൾട്ടിനെ ID1ലേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ഹോൾ എക്സ്പ്രഷനെ സബ് എക്സ്പ്രഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ സബ് എക്സ്പ്രഷൻസ് ഓരോന്നോരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഓരോരോ ടെമ്പററി വേരിയബിൾസിലേക്ക് എടുത്തിട്ട് അതിനെ നമ്മൾ ഫൈനലി നമ്മുടെ ഐഡൻറ്റിഫയറിലേക്ക് സേവ് ചെയ്യുന്നു.
ഇതാണ് ഇന്റർമീഡിയറ്റ് കോഡിൽ ചെയ്യുന്നത്. ദെൻ ആ കോഡിനെ വീണ്ടും കോഡ് ഒപ്റ്റിമൈസർ ഒപ്റ്റിമൈസ് ചെയ്യും. കോഡ് ഒപ്റ്റിമൈസർ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ ടെമ്പററി വാല്യൂവിൻ്റെ ഈ ഒരു വേരിയബിളിനെ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ഓപ്പറേഷനെ ഇവിടേക്ക് കൊടുക്കാൻ പറ്റും. സോ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇതിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. സോ temp1 ഈക്വൽ ടു ID3 ഇൻറ്റു 60. നമ്മൾ 16നെ ഇൻറ്റീജർ ആയിട്ട് കൊടുക്കുന്നതിന് പകരം റിയൽ ആയിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അതായത് ഇൻറ്റു ടു റിയൽ എന്നുള്ള ആ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് അത് ഇവിടേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. ദെൻ ID1 എന്ന് പറയുന്നത് എന്താണ്? ID2 പ്ലസ് temp1. അപ്പം 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത് 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചുരുക്കാൻ പറ്റി. ഇതിനെയാണ് നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 4 കോഡിൻ്റെ ഔട്ട്പുട്ട് തന്നെയായിരിക്കും വരിക. അപ്പം ഇങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ കോഡിനെ ചുരുക്കുന്നതിനെയാണ് നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം ഇതിനെയാണ് കോഡ് ജനറേഷന് വേണ്ടി കൊടുക്കുന്നത്. കോഡ് ജനറേറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം പെർഫോം ചെയ്യേണ്ടത് ID3 ഇൻറ്റു 60 ആണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ID3നെ നമ്മൾ ഒരു രജിസ്റ്ററിലേക്ക് കൊണ്ടുവരണം. രജിസ്റ്ററിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം 60യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂവ് എഫ് ID3, R2 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലേക്ക് ID3യുടെ വാല്യൂ കൊണ്ടുവന്നു. അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഹാഷ് ഇട്ട് 60 കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഡേറ്റ ഡയറക്റ്റ് ഈ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഈ ID2ൻ്റെ വാല്യൂ നമുക്ക് വേണം ഒരു രജിസ്റ്ററിലേക്ക്. അപ്പോൾ അടുത്ത രജിസ്റ്ററിലേക്ക് ID2ൻ്റെ വാല്യൂ കൊണ്ടുവരിക. ആഡ് എഫ് എന്നിട്ട് അതിനെ തമ്മിൽ ആഡ് ചെയ്യുക. R2ഉം R1ഉം തമ്മിൽ ആഡ് ചെയ്യുക. ദെൻ ആ കിട്ടുന്ന റിസൾട്ടിനെ മൂവ് ചെയ്ത് R1ലാണ് ഇപ്പോൾ റിസൾട്ട് ഉള്ളത്, അതിനെ നേരെ കൊണ്ടുവന്ന് ഐഡൻറ്റിഫയർ 1ലേക്ക് സ്റ്റോർ ചെയ്യുക. ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ കഴിയുകയാണ് ചെയ്യുന്നത്.